പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. രക്ഷപ്പെടാൻ ഒരു നല്ല വഴി പറഞ്ഞുതരാം. രക്ഷപ്പെടാനായിട്ട് ഇപ്പോൾ കുരുക്കിലായിരിക്കുന്ന, കുഴപ്പത്തിലായിരിക്കുന്ന പുരോഹിതർക്ക് രക്ഷപ്പെടാനുള്ളൊരു നല്ല വഴി. കാരണം സഭയെ അനുസരിച്ചില്ലെങ്കിൽ പുറത്തു പോകേണ്ടി വരും. പക്ഷേ പുറത്തു പോകുമ്പോൾ അത് നിങ്ങൾക്കും അല്ലാത്ത എല്ലാവർക്കും അത് വിഷമം. അതിനൊരു നല്ല മാർഗമുണ്ട്. വലിയ പ്രശ്നമില്ലാതെ, ആർക്കും വലിയ പ്രശ്നമില്ലാതിരിക്കാനായിട്ട്. അത് നിങ്ങളെ ഈ കാലങ്ങളിലല്ല, വരും കാലങ്ങളിൽ ഒരുപാട് നന്മയിൽ വളർത്തും. അതിനുള്ള ഏറ്റവും നല്ല മാർഗം സഭാധികാരികളോട്, പിതാക്കന്മാരോട് അനുവാദം വാങ്ങിക്കൊണ്ട് 1 വർഷമോ 2 വർഷമോ മിഷൻ മേഖലയിലേക്ക് പോവുക. കാരണം ഇപ്പോൾ ബലി അർപ്പിക്കേണ്ടി വരുമ്പോൾ ഇതുവരെ ബലി അർപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടത്, ഞാനാണെങ്കിലും ശരി, ഒക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് നിവൃത്തികേട് കൊണ്ട് ചെയ്യേണ്ടി വരുമ്പോഴുണ്ടാകുന്നൊരു വിഷമമുണ്ട്. തന്നെയല്ല, സമൂഹത്തെ ഫേസ് ചെയ്യാൻ വലിയ പാടാം. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു നല്ല വഴിയാണ്. കാരണം എന്തായാലും പൗരോഹിത്യം ഉപേക്ഷിക്കാൻ താല്പര്യമില്ല. പുരോഹിതനായി തന്നെ ശുശ്രൂഷ ചെയ്യണം. അപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും, ഇടവകയിൽ നിന്നൊന്ന് മാറണം. മാറിയാൽ തൽക്കാലം വലിയ പ്രശ്നങ്ങൾ, കാരണം ഈ ജനത്തെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് സ്വാഭാവികമാണ്. അത് ജനത്തിനുമുണ്ട്. ഇത്രയും നാൾ ഒക്കത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന മനുഷ്യർ അത് ചെയ്യേണ്ടി വരുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതും ഒരു മാനുഷിക ഭാവമാണ്. അപ്പോൾ അതിൽ ഒരു പരാജയം സമ്മതിക്കാനോ വിജയിച്ചെന്ന് ആരെങ്കിലും ഊറ്റം കൊള്ളാനോ അതിലൊന്നും നന്മയില്ല. ഒരിക്കലും അതിനകത്ത് നന്മയില്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു 2 വർഷത്തേക്ക് അധികാരികളോട് അനുവാദം വാങ്ങി മിഷൻ മേഖലയിൽ പോകാമെങ്കിൽ ഈ കഴിഞ്ഞുപോയ കാലങ്ങളിലെ പോരായ്മകൾക്കൊക്കെ പരിഹാരമാകുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുകയും ചെയ്യും. നിങ്ങളുടെ പൗരോഹിത്യം കൂടുതൽ ശ്രേഷ്ഠതയുള്ളതാകും. യഥാർത്ഥ കാരണം ഇവിടെ വളരെ സമൃദ്ധമായ ജീവിതമാണ് നമുക്ക്. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സാമ്പത്തികമായിട്ടൊരു കുഴപ്പമില്ല. ഇഷ്ടംപോലെ കാശുണ്ട്, ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. വേദനിക്കുന്ന ആരെയും കാണണ്ട. ഒരു 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 തൊഴിൽ മാതിരി പൗരോഹിത്യമായി പോയില്ലേ? ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത്, എനിക്ക് പരിചയമുള്ള ഒരു അച്ഛൻ്റെ കൂടെ ഞാൻ ശുശ്രൂഷ ചെയ്താന്ന് പറഞ്ഞില്ലേ, ആ അച്ഛൻ ഇന്ന് ആത്മാക്കളെ നേടിക്കൊണ്ടിരിക്കുക. അപ്പം ഇവിടെ ഈ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ സംഭവിച്ച അപജയങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ, അതൊരു പരിഹാര ജീവിതമായി ചെയ്തുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ ശ്രേഷ്ഠതയുള്ള പുരോഹിതനായി, വിശുദ്ധരായി തീരുവാനായിട്ട് ഒരു നല്ല സാധ്യതയാണ്. ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ബോധത്തിൽ തന്നൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അല്ലാതെ ഇതെൻ്റെ ബുദ്ധി കൊണ്ടൊന്നും ഗ്രഹിച്ചെടുത്തതൊന്നുമല്ല, അത്ര വലിയ ബുദ്ധിമാനൊന്നുമല്ല. എങ്കിലും ഞാൻ പറയുകയാണ് നിങ്ങളോട്, ഇതിൽ നിന്ന് നിങ്ങൾക്കും ഇടവക ജനത്തിനും രക്ഷപ്പെടാനും സമാധാനത്തിലാകുവാനും ഒക്കെ ഉള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. അധികാരികളോട് അനുവാദം വാങ്ങിയിട്ട് എങ്ങോട്ടെങ്കിലും മാറി ഏതെങ്കിലും ഒരു വടക്കേ ഇന്ത്യൻ രൂപതയിൽ പോയി ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞാൽ അത് ഒത്തിരി ദൈവാനുഗ്രഹമായിരിക്കും. മുറിവുകൾ ഉണങ്ങും. നല്ല രീതിയിൽ ദൈവകൃപയിൽ വളരാൻ പറ്റും. നിങ്ങളുടെ ജീവിതം കൊണ്ട് സ്വർഗത്തിനും ഭൂമിക്കും അനുഗ്രഹം ഉണ്ടാകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വൈദികരെ, നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഈ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച ചെയ്ത് സമാധാനത്തിൽ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുപ്പായ ഊരി പോവല്ലേ. കാരണം അത് നിങ്ങൾ നാട്ടിൽ ചെന്നാലും, നിങ്ങൾ പിന്നെ എങ്ങോട്ട് പോയാലും നിങ്ങളുടെ ജീവിതം പരാജയമായിരിക്കും. കാരണം ജീവിതത്തിൽ വിജയവും പരാജയമൊക്കെ സ്വാഭാവികമാണെങ്കിൽ പോലും ദൈവനിഷേധം കാണിച്ചിട്ട് നടക്കുന്ന വഴിയിൽ എന്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായാലും പെട്ടെന്ന് മനസ്സ് പറയും, നീ ദൈവനിഷേധി ആയതുകൊണ്ട് സംഭവിച്ചാന്ന് പറയും. സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളിൽ പോലും അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ, നിങ്ങളൊരിക്കലും ഞങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ പിണങ്ങല്ലേ.
ഭയങ്കര സ്നേഹം, വലിയ സ്നേഹമുണ്ടെന്ന് എനിക്ക്. ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നാണ് വിചാരിച്ചത്? സ്വർഗത്തിലെ ദൈവത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ പ്രത്യേകമായിട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധരായ കരങ്ങളാണ് നിങ്ങൾക്കുള്ളത്, വിശുദ്ധിയുടെ കരങ്ങൾ. അതുകൊണ്ട് അത് മറന്നുപോയതാണ് ഈ പ്രശ്നം. അതുകൊണ്ട് മാർപ്പാപ്പയെയും കർദിനാളിനെയും ഇടവകയെയും ദൈവത്തെയും മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ, ലോകത്ത് എതിർസാക്ഷി, നമുക്കറിയാം ധൂർത്തപുത്രൻ പോയപ്പോൾ എതിർസാക്ഷ്യമായിരുന്നു, പക്ഷേ അവൻ കയറി വന്ന് അപ്പനോടൊപ്പം ചേർന്ന് ജീവിച്ചപ്പോൾ അതൊരു വലിയ സാക്ഷ്യമായി തീർന്നു. അപ്പൻ്റെയും മകൻ്റെയും വലിയ സാക്ഷ്യമായി തീർന്നതുപോലെ ഈ അതിരൂപതയും ഈ ഇടവകയും ലോകത്തെ ദൈവജനത്തിന് വേണ്ടി ബലിയാകാൻ ഇറങ്ങി പുറപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട പുരോഹിതരെ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയും ദൈവിക ബോധവും ബോധ്യവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് കൊള്ളാമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ.